ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേഷൻ ഓഫ് ത്രെഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു നാടൻ മീൻ കറിയും മീൻ ഫ്രൈയും ആണ്. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ചെയ്യണമെന്ന്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കിലോ മീൻ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് എടുക്കില്ല കേട്ടോ, കുറച്ച് ഫ്രൈ ചെയ്യാൻ മാറ്റി വയ്ക്കും. പിന്നെ ഒരു അരമുറി നാളികേരം ചെരുകിയത്, ഒരു 5-10 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 3 പച്ചമുളകും, ഒരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വാളൻപുളി പിഴിഞ്ഞതും വെളിച്ചെണ്ണയും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. എൻ്റെ മുളക് പൊടി നല്ല എരിവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള്, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള് പെരിഞ്ചീരകം. അത് ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിന് സ്കിപ്പ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ ചതച്ചെടുക്കാം. ഇനി അതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, പിന്നെ പച്ചമുളകും, ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഞാൻ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി ചേർക്കാം. ഒരു 2-3 ഉള്ളി മതി കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും നമുക്കതിൽ ചേർക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്, എരിവ് അനുസരിച്ചിട്ടാണ്. നമുക്ക് ഒരുപാട് എരിവ് വേണ്ടവർക്ക് കുറച്ച് പച്ചമുളക് നല്ല എരിവിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ അത് കുറവ് എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ പച്ചമുളകൊക്കെ നല്ല എരിവുണ്ട്, അപ്പോൾ അത് കാരണം ഞാനൊരു 3 എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നന്നായി ചതച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു മീൻ ചട്ടി എടുത്തിട്ട് അതിലേക്ക് തക്കാളി അരിഞ്ഞത് ആദ്യം ചേർക്കുകയാണ്. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളകും ചുവന്നുള്ളിയും വേപ്പിലയും എല്ലാം കൂടിയിട്ട് ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി പിടിപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. ചിലർക്കൊക്കെ നല്ല പുളി വേണം, ചിലർക്ക് ഒരു മീഡിയം സൈസ് പുളി മതി, അതൊക്കെ നമ്മുടെ ഇഷ്ടം. എന്നിട്ട് അതൊന്ന് നന്നായി കൈകൊണ്ട് ഞരടിയെടുക്കുക. എന്നിട്ട് നാളികേരം അരച്ചതും ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള നാളികേരം, മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന ബാക്കിയുള്ള നാളികേരം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് ഒഴിച്ചെടുത്തിട്ട് കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഓണാക്കി അത് നമുക്ക് സ്റ്റൗവിൽ കയറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടി കൊണ്ട് വൃത്തിയായിട്ട് അടച്ചു വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഒരു തിള വന്നതിന് ശേഷം നമുക്ക് മീനിടാം. ഇപ്പോൾ മീൻ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീനെല്ലാം ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇനി അത് നന്നായി തിളച്ച് ഒന്ന് വറ്റട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമുക്ക് മീൻ വറക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചെയ്യണത്, സാധാരണ വീട്ടിൽ മീൻ വറക്കുമ്പോൾ ഞാൻ ചെയ്യുക, ഒരു 2-3 ചുവന്നുള്ളി എടുക്കും, ഒരു 5-6 വെളുത്തുള്ളി എടുക്കും. എന്നിട്ട് അതൊന്ന് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കും. അപ്പോൾ അത് ഈ കല്ലിൽ തന്നെ ഞാൻ ചെയ്യുക. പരമാവധി അധികം കട്ടകളും ഉള്ളിയുടെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ചതച്ച് നല്ല പേസ്റ്റായിട്ട് തന്നെ എടുക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ കഷ്ണങ്ങളും കട്ടകളൊന്നും കാണാനില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം.
മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക അത്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് മസാലയൊക്കെ അതിൽ തേച്ച് നല്ല ഇതായിട്ട് പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇതിലൊക്കെ മസാലയൊക്കെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കറി എന്തായെന്ന് നമുക്ക് നോക്കണ്ടേ. അതാ കറിയൊക്കെ നല്ല അസലായിട്ട് തിളച്ച് നല്ല മണമാണ് കേട്ടോ. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ചുവന്നുള്ളിയുടെയൊക്കെ സ്മെല്ലുണ്ടല്ലോ, വേപ്പിലൊക്കെ ഇട്ട് തിളയ്ക്കുമ്പോൾ ഉള്ളൊരു മണം നല്ല സ്മെല്ല് തന്നെയാണ്. നമുക്കിതിന് ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കണ്ടേ. അധികം തവിയിട്ട് ഇളക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമ്മൾ ഉപ്പും പുളി എരിവൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കാമെന്നല്ലാതെ, അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. എപ്പോഴും തവിയിട്ട് ഇളക്കിയാൽ കറിയുടെ ഒരു ടേസ്റ്റ് നഷ്ടമാവും. ഇപ്പോൾ ഏകദേശം കറിയൊക്കെ തിളച്ച് വറ്റി നമുക്കിത് ഇറക്കേണ്ട ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി കാച്ചണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞതും ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അത് അപ്പോൾ നന്നായി ഉള്ളിയൊക്കെ നന്നായി മൂത്ത് ചുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. അതെന്തിനാണെന്നറിയും, നമ്മുടെ കറിക്ക് ഒരു നല്ല കളറ് കിട്ടും. അതോടൊപ്പം തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണത്. അപ്പോൾ ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഈ മുളക് പൊടി ചേർക്കാൻ, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഉള്ളി കാച്ചൽ കഴിഞ്ഞു. ഇനി ഇതൊന്ന് നമുക്കതിൻ്റെ ചൂടും ആ സ്മെല്ലൊന്നും പോണേറ്റ് മുന്നേ നമുക്കിത് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഞാൻ അതേ പാനിൽ തന്നെയാണ് മീൻ വറുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഉള്ളി കാച്ചിയതല്ലേ, അതുകൊണ്ട് ഞാനത് പാൻ കഴുകുന്നൊന്നുമില്ല, അതിൽ തന്നെയാണ് മീൻ വറുക്കണത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഏകദേശം ആയി. ഓക്കെ, നല്ല മണമുണ്ട് കേട്ടോ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് നല്ല മണമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ റെസിപ്പി. ഒരു നാടൻ മീൻ കറിയും സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയും അതേപോലെ സിമ്പിളായിട്ടുള്ളൊരു മീൻ ഫ്രൈയും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.